പശ്ചിമഘട്ടത്തിന്റെ തെക്കേയറ്റത്ത് മേഘങ്ങൾ തഴുകുന്ന ഒരു മലമുകളിൽ നൂറ്റാണ്ടുകളായി ഭക്തരുടെ വിശ്വാസമായി നിലകൊള്ളുന്ന ഒരു മുരുകക്ഷേത്രമുണ്ട്. കന്യാകുമാരി ജില്ലയിലെ ആരൽവായ്മൊഴിക്ക് സമീപമുള്ള ചക്കർഗിരി മലമുകളിലെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഉച്ചിമല മുരുകൻ ക്ഷേത്രം, തെൻപഴനി, സിദ്ധർഗിരി എന്നീ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. മലയുടെ അടിവാരത്തിൽ നിന്നാണ് ഇവിടേക്കുള്ള നടത്തം ആരംഭിക്കുന്നത്. തുടക്കത്തിൽ വീതിയുള്ള ഒരു വഴിയാണെങ്കിലും കുറച്ചു ദൂരം പിന്നിട്ടാൽ അത് ഒറ്റയടിപ്പാതയായി മാറും. യാത്രയുടെ തുടക്കത്തിൽ തന്നെ പിന്നിലേക്ക് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടങ്ങളിൽ ഒന്നായ മുപ്പന്തൽ കാറ്റാടിപ്പാടത്തിൻ്റെ വിശാലമായ കാഴ്ച കാണാം. ഉയരം കൂടുന്നതിനനുസരിച്ച് ആരൽവായ്മൊഴി പട്ടണവും പൊയ്കൈ അണക്കെട്ടും പശ്ചിമഘട്ട മലനിരകളും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയും. സഹ്യപർവ്വതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പ്രധാന ചുരങ്ങളിലൊന്നാണ് ആരൽവായ്മൊഴി. ചരിത്രത്തിൽ വേണാടിൻ്റെ തെക്ക് കിഴക്കൻ അതിർത്തിയായും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലനിരകൾക്ക് ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും പ്രത്യേക സ്ഥാനമുണ്ട്. കുത്തനെയുള്ള ഒരു കയറ്റം കയറി മുകളിലെത്തിയാൽ കാഴ്ചകൾ പിന്നെയും മാറുന്നു. അവിടെ വലിയൊരു ആൽമരത്തിന് ചുവട്ടിലായി ഗണപതി ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ കണ്ണത്താ ദൂരത്തോളം കാറ്റാടിപ്പാടങ്ങളുടെ ദൂരക്കാഴ്ചയാണ്. ചില ഭാഗങ്ങളിൽ പാറയിൽ നേരിട്ട് കൊത്തിയ പടികളിലൂടെയാണ് മുന്നോട്ടുള്ള യാത്ര. വഴിമധ്യേ പാറയിൽ നിന്നൊഴുകി വരുന്ന ചെറിയൊരു നീരുറവയും കാണാം. ഒടുവിൽ മലയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി വാമൊഴി പാരമ്പര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അഗസ്ത്യ മഹർഷി ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നുവെന്നാണ് പ്രാദേശിക വിശ്വാസം. ക്ഷേത്രത്തിന്റെ പ്രാചീനതയെക്കുറിച്ച് വിവിധ കാലഘട്ടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കഥകൾ നാട്ടുകാർ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും അവയ്ക്ക് വ്യക്തമായ ചരിത്ര തെളിവുകൾ പരിമിതമാണ്. മലമുകളിൽ നിന്ന് നോക്കിയാൽ മുപ്പന്തൽ കാറ്റാടിപ്പാടം, ആരൽവായ്മൊഴി ചുരം, പശ്ചിമഘട്ട മലനിരകൾ, പൊയ്കൈ അണക്കെട്ട്, ആരൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ എന്നിവ കാണാൻ കഴിയും. ആരൽവായ്മൊഴി ചുരത്തിലൂടെ ട്രെയിനുകൾ കടന്നുപോകുന്നത് ഈ ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. വെള്ളിയാഴ്ചകളിലാണ് പ്രധാനമായും ഇവിടെ നട തുറക്കുന്നത്. തൈപ്പൂയം, വൈകാശി വിശാഖം, കാർത്തിക, സ്കന്ദഷഷ്ഠി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വലിയ തോതിൽ ഭക്തർ ഇവിടെ എത്താറുണ്ട്. നാഗർകോവിലിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ മല. അവിടെ മലയുടെ അടിവാരത്തിലെത്തി ഏകദേശം 1 മണിക്കൂർ ട്രെക്ക് ചെയ്താൽ മലമുകളിലെ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.